എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് പഠിച്ചത്. ഇന്നും അതിൻ്റെ ബാക്കിയായിട്ടുള്ള വിസ്കോസിറ്റി എന്താണെന്ന് നോക്കാം. വിസ്കോസിറ്റിക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഒഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ അനദർ അഡ്ജസൻറ്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ് എന്നാണ്. ഒരു ലെയർ ഫ്ലൂയിഡിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ ഫ്ലൂയിഡ് ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹണി, തേൻ ഒരു നല്ല വിസ്കസ് ഫ്ലൂയിഡാണ്. വളരെ ഒരു ജലം ഒഴുകുന്ന പോലെ അല്ലെങ്കിൽ വാട്ടർ ഒഴുകുന്ന അത്രയും ഒരു ഒരു വേഗതയോടുകൂടി വിസ്കസ് ഫ്ലൂയിഡായിട്ടുള്ള ഹണി അല്ലെങ്കിൽ തേൻ ഒഴുകുന്നില്ല. അപ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി കൊണ്ടാണ്. ഇനി ഇവിടെ നോക്കാം, ഉദാഹരണം ഇതെങ്ങനെയാണ് എന്ന് നമ്മൾ വിശദീകരിക്കുകയാണ്. വെൻ ടു ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ്, രണ്ട് ലെയർ ഫ്ലൂയിഡ് എടുക്കുക, എ ഡിസ്റ്റൻസ് dy അപ്പാർട്ട് മൂവ് വൺ ഓവർ ദ അതർ അറ്റ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്, സേ u ആൻഡ് u പ്ലസ് du. The viscosity as shown in figure, the viscosity together with the relative velocity causes a shear stress acting between the fluid layers. ഇവിടെ രണ്ട് ലെയർ ഫ്ലൂയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു താഴത്തെ ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യുവും തൊട്ട് മുകളിലുള്ള ലെയറിൻ്റെ വെലോസിറ്റി u പ്ലസ് ഡി യുമാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് dy ആണ്. ഇവ തമ്മിലുള്ള വെലോസിറ്റിയുടെ വ്യതിയാനം du ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വിസ്കോസിറ്റിയും ഈ റിലേറ്റീവ് വെലോസിറ്റിയും കൂടെ ചേർന്ന് ഒരു ഷിയർ സ്ട്രെസ് ഈ ഫ്ലൂയിഡ് ലെയറിൽ ഉണ്ടാക്കും എന്നാണ്. അതെങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ എന്നുള്ളത്. ഇവിടെ ടോപ്പ് ലെയർ താഴെയുള്ള ലെയറിൽ ഒരു ഷിയർ സ്ട്രെസ് നൽകുന്നു. അതുപോലെ താഴെയുള്ള ലെയർ മുകളിലുള്ള ലെയറിലും ഒരു ഷിയർ സ്ട്രെസ് ചെലുത്തുന്നു. ഈ ഷിയർ സ്ട്രെസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു y അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നു. സാധാരണയായിട്ട് ഷിയർ സ്ട്രെസ് നമ്മൾ ടോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്. സോ മാത്തമാറ്റിക്കലി നമുക്ക് ടോ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്ന് പറയാൻ പറ്റും. du/dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അതല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ടോ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്ന് പറയുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പ്രൊപ്പോർഷണലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രൊപ്പോർഷണലാണ് 10-ന്, അല്ലെങ്കിൽ 10 പ്രൊപ്പോർഷണലാണ് 20-ന് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് നമുക്കറിയാം, അവിടെ 1/2 ആണ്. അതേപോലെ ടോ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്ന് പറയുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു ആക്കണമെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് മ്യൂ ആണ്. ഇതിനെ നമ്മൾ മ്യൂ എന്നാണ് പറയുക. ഇത് ഡൈനാമിക് വിസ്കോസിറ്റി എന്നും പറയും. സോ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ഈ കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. ഇതിൻ്റെ പേര് കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇവിടെ du/dy നമ്മൾ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ഈ 3 പേരും du/dy പറയാറുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും, മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ du/dy ആണ്. സോ വിസ്കോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഷിയർ സ്ട്രെസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഈ രീതിയിൽ നമുക്ക് വിസ്കോസിറ്റിയെ നമുക്ക് പറയാൻ പറ്റും. ഷിയർ സ്ട്രെസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. du/dy 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂ ഈസ് ഈക്വൽ ടു ടോ ആകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി കിട്ടുന്നത് നമുക്ക് ഈ ഡയറക്റ്റ് ഫോർമുലയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. നമുക്കറിയാം മ്യൂ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആയിരുന്നു. du/dy ആയിരുന്നല്ലോ. du എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ വ്യതിയാനമാണ്, അതേസമയം dy എന്ന് പറയുന്നത് ഡിസ്റ്റൻസിലുള്ള വ്യത്യാസമായിരുന്നു. സോ ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് തന്നെയാണ്. സ്ട്രെസ്സിൻ്റെ ഫോർമുല, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയയാണ്, നമുക്കതറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെന്ത് ബൈ ടൈമാണ്, ഡിവൈഡ് ബൈ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലെന്താണ്. സോ ഇവിടെ 1/length എന്ന് എഴുതണം, എന്നാലേ കറക്റ്റ് ആകുന്നുള്ളൂ. അപ്പോൾ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെന്താണ്, ലെന്തിൻ്റെ സ്ക്വയറാണ്. സോ ലെന്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ
ഈ ലെന്ത് ഇവിടെ ക്യാൻസലായി ബാക്കി 1 ടൈം എഴുതി ഈ ടൈം മുകളിലേക്ക് പോകുന്നു. സോ ഫോഴ്സ് ഇൻറ്റു ടൈം ബൈ ലെന്ത് സ്ക്വയർ ഇങ്ങനെയാണ് വരിക. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ യൂണിറ്റ് എഴുതുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, ലെന്ത് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലെന്ത് നമ്മൾ സാധാരണ പറയുന്നത് മീറ്ററിലാണ്. അപ്പോൾ ലെന്തിൻ്റെ സ്ക്വയർ മീറ്റർ സ്ക്വയർ. സോ ദ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. അതുപോലെ മറ്റൊരു വിസ്കോസിറ്റിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഗ്രീക്ക് സിമ്പിൾ ന്യൂ. ന്യൂ എന്നാണ് അത് വായിക്കുന്നത്. ന്യൂ ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ആണ്, ഓർ ന്യൂ ബൈ റോ ആണ്. SI യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ തന്നെ നമുക്ക് കിട്ടും. SI യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച അത് തന്നെയാണ്. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU ബൈ DY എന്ന് നമ്മൾ നേരത്തെ പഠിച്ച അത് തന്നെയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് shear stress tau on a fluid element layer is directly proportional to the rate of shear strain. The constant of proportionality is called coefficient of viscosity. എന്നിടത്ത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇവിടെ fluids which obey the above relation are known as Newtonian fluids, and the fluids which do not obey the above relation are called non-Newtonian fluids. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU ബൈ DY എന്ന് പറയുന്ന ആ റിലേഷൻ അനുസരിക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. യെസ് ഫ്ലൂയിഡ്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് വാട്ടറാണ്. ഷിയർ സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഷിയർ സ്ട്രെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഉദാഹരണം വാട്ടറാണ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിൽ ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ല ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്ലൂയിഡിന് ഉദാഹരണം എന്ന് പറയുന്നത് ബ്ലഡ്, പെയിൻറ്റ്, ഇതെല്ലാം നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പെടുത്താം. ഇനി വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അഫക്ട്സ് ദ വിസ്കോസിറ്റി. നമുക്കറിയാം വിസ്കോസിറ്റി ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഓട്ടോമാറ്റിക്കലി ലിക്വിഡിൻ്റെ അത് കുറയും. എന്നാൽ അതല്ല ഗ്യാസിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് വലിയൊരു വ്യത്യാസം. ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ലിക്വിഡ്സിലെ കൊഹസീവ് ഫോഴ്സസ് ആണ് പ്രൊഡോമിനേറ്റ് ആയിട്ടുള്ളത്. കൊഹസീവ് ഫോഴ്സും മോളിക്കുലാർ മൊമെൻറ്റും രണ്ടെണ്ണവും ഈ വിസ്കസ് ഫോഴ്സിന് കാരണമാകും ഒരു ഫ്ലൂയിഡിൽ. എന്നാൽ ലിക്വിഡിൻ്റെ കാര്യത്തിൽ കൊഹസീവ് ഫോഴ്സസ് കൂടുതലാണ്, മോളിക്കുലാർ മൊമെൻറ്റം അത്ര തന്നെ സ്വാധീനം ചെലുത്തുന്നില്ല. എന്നാൽ കൊഹസീവ് ഫോഴ്സസും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൊഹസീവ് ഫോഴ്സ് കുറയുകയും അങ്ങനെ വിസ്കോസിറ്റി കുറയുകയും ചെയ്യും ലിക്വിഡിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറാണ്. മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൂടും, അതിനനുസരിച്ച് അതിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു എന്നാണ്. ഫ്ലൂയിഡ് പ്രഷർ അറ്റ് എ പോയിന്റ്. നമുക്ക് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ മുകളിൽ എങ്ങനെയാണ് പ്രഷർ വരുന്നത് അല്ലെങ്കിൽ ആ പ്രഷർ എങ്ങനെ കണക്കാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ലാർജ് മാസ് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു റിവറോ അതല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു പോണ്ടോ അതിലെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു ഫ്ലൂയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുക, സ്മോൾ ഏരിയ DA. ഈ DA ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആ ഫ്ലൂയിഡ് എലമെൻറ്റിലേക്ക് സറൗണ്ടിങ്സ് ഫ്ലൂയിഡിൽ നിന്ന് വരുന്ന പ്രഷർ മുഴുവനും എപ്പോഴും അതിൻ്റെ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും. ഏരിയയ്ക്ക് ആ സർഫസ് ഏരിയയ്ക്ക് DA എന്ന് പറയുന്ന സർഫസ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും എപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാകും. ഒരു റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ഫ്ലൂയിഡ്, അവിടെയുള്ള ആ ഫോഴ്സ് DF ആണെങ്കിൽ, DF is the force acting on the area DA in the normal direction അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് DF ആണെങ്കിൽ ഈ റേഷ്യോ DF ബൈ DA നമ്മൾ പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അല്ലെങ്കിൽ സിംപ്ലി പ്രഷർ എന്ന് പറയും. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്.
സോ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ഓർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് പ്രഷർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്, നമുക്കറിയാം. ഓക്കെ, സോ ഫോഴ്സ് ഓൺ പ്രഷർ, ഫോഴ്സ് F ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ആയിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് സാധാരണഗതിയിൽ ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതുപോലെ മറ്റ് യൂണിറ്റുകൾ NKS യൂണിറ്റുകൾ വരുന്നത് കിലോഗ്രാം ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, കിലോഗ്രാം ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ കൊടുക്കാറുണ്ട്. സാധാരണഗതിയിൽ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ സാധാരണ 1 പാസ്കൽ എന്നാണ് പറയുന്നത്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1 പാസ്കൽ. സോ കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. 1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 100 കിലോ പാസ്കൽ, 100 കിലോ പാസ്കൽ. അതിനാണ് നമ്മൾ 1 ബാർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ വലിയ യൂണിറ്റാണ്. പാസ്കൽസ് ലോ എന്താണ്? പാസ്കൽസ് ലോ എന്ന് നമുക്ക് നോക്കാം. It states that pressure or intensity of pressure at a point in a static fluid is equal in all directions എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു dx dy ds ഡയറക്ഷനിലുള്ള ഒരു ട്രയാങ്കുലർ ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ പാസ്കൽസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാസ്കൽസ് ലോ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുമുള്ള പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും തുല്യമായിരിക്കുന്നതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദ പ്രഷർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാം? ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എടുക്കുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി കൺസിഡർ ചെയ്ത് അതെല്ലാം തുല്യമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു വെഡ്ജ് ഷേപ്പുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ dx എന്ന് പറയുന്നത് AC ഡിസ്റ്റൻസ് ആണ്, dy എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, BCയിലെ ഡിസ്റ്റൻസ് ആണ് ds. ഇനി പ്ലെയിൻ ഓഫ് പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്, യൂണിറ്റി ആണ്. ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് ആണ്. ഈ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ ആക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഓരോ ഏരിയയിലും ഈ ഓരോ ഡിസ്റ്റൻസിലുമുള്ള പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫോഴ്സ് ഓൺ ദ ഫേസ് AB നോക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ വരാം. ഒന്ന് പ്രഷർ ഫോഴ്സസ് നോർമൽ ടു ദ സർഫസ്. ഈ സർഫസിന് നോർമലായിട്ടുള്ള പ്രഷർ ഫോഴ്സ് ഉണ്ടാകാം. രണ്ടാമത്തെ വെയിറ്റ് ഓഫ് എലമെൻ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഈ എലമെൻറ്റിൻ്റെ മുകളിൽ വരുന്ന വെയിറ്റ് ഓഫ് എലമെൻ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യും. രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഇവിടെ വരാം. ഫോഴ്സ് ഓൺ ദ ഫേസ് AB എന്ന് പറയുന്ന ഫേസിൽ വരുന്ന ഫോഴ്സ് Px ഇൻറ്റു ഏരിയ ഓഫ് ഫേസ് AB ആയിരിക്കും. Px എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്. പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻ ദ x ഡയറക്ഷൻ, അതാണ് Px എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രഷർ ഇൻറ്റൻസിറ്റി Px ഇൻറ്റു ഏരിയ ഓഫ് ഫേസ് AB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഓൺ ദ ഫേസ് AB കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ള ഫോഴ്സ് Px ഇൻറ്റു ഇവിടുത്തെ ഏരിയ dy ഇൻറ്റു 1 എന്ന് പറയുന്ന പ്ലെയിൻ ഓഫ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. അപ്പോൾ Px ഇൻറ്റു dy ഇൻറ്റു 1. സിമിലർലി ഫോഴ്സ് ഓൺ ദ ഫേസ് AC-യിലുള്ള ഫോഴ്സ് Py ഇൻറ്റു dx ഇൻറ്റു 1. ഇനി ഫോഴ്സ് ഓൺ ദ ഫേസ് BC എന്തായിരിക്കും? PZ പ്രഷർ PZ ds ഇൻറ്റു 1 ആയിരിക്കും. PZ ds ഇൻറ്റു 1 ആയിരിക്കും. വെയിറ്റ് ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് എലമെൻ്റ് ഇൻറ്റു G ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. അപ്പോൾ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിരിക്കും. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു G. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏരിയ ഇൻറ്റു ലെന്ത്, ആ രീതിയിലെടുത്ത വോളിയം കിട്ടും. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ പീസ് ആയതുകൊണ്ട് ഇതിൻ്റെ വോളിയം ഏരിയ എന്ന് പറയുന്നത് ½ BH അല്ലെങ്കിൽ ½ ഇൻറ്റു AC ഇൻറ്റു
എ ബി ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എ ബി ഇൻറ്റു എ സി ബൈ 2 ഇൻറ്റു 1. അപ്പോൾ ഇവിടുത്തെ വോളിയമായി വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. സോ വി വിൽ ഗെറ്റ് ദ വെയിറ്റ് ഓഫ് എലമെൻറ്റ്. സോ റിസോൾവിംഗ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പി എക്സ് ഡി വൈ ഇൻറ്റു 1 മൈനസ് പി ഇൻറ്റു ഡി എസ് ഇൻറ്റു 1 സൈൻ 90 മൈനസ് തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 0 എന്നായിരിക്കും. എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സുകളും ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഫോഴ്സും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന ഫോഴ്സും രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്തെങ്കിലേ അത് സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുള്ളൂ, എലമെൻറ്റ് സ്റ്റാറ്റിക് ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്യണം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സും ഇതുപോലെ ബാലൻസ് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1 മൈനസ് പി ഇൻറ്റു ഡി എസ് ഇൻറ്റു 1 സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു 0 ഓർ പി എക്സ് ഡി വൈ 1 മൈനസ് പി ഇസഡ് ഡി എസ് 1 കോസ് തീറ്റ ഈക്വൽ ടു 0. ഇവിടെ ഡി എസ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അത് നമുക്കിവിടെ പി ഇസഡ് ഡി എസിലേക്ക് മാറ്റാൻ പറ്റും. പി ഇസഡ് ഡി എസ് ഇൻറ്റു 1 കോസ് തീറ്റ എന്ന് കിട്ടും. സോ ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്? ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു എ ബി ആണ്. ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു ഇതാണ് കിട്ടുക, ഡി എസ് കോസ് തീറ്റ. ഈ ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ എ ബി എന്ന് കിട്ടും. അത് ഡി വൈ ആണ്. സോ പി എക്സ് ഡി വൈ 1 മൈനസ് പി ഇസഡ് ഡി വൈ ഇൻറ്റു 1 എന്ന് എഴുതാൻ പറ്റും. സോ പി എക്സ് ഈക്വൽ ടു പി ഇസഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി ഇവിടെ സിമിലർലി പി വൈ ഡി എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഡയറക്ഷനിൽ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പി വൈ ഡി എക്സ് ഇൻറ്റു 1 മൈനസ് പി ഇസഡ് ഡി എസ് ഇൻറ്റു 1 കോസ് 90 മൈനസ് തീറ്റ മൈനസ് ഡി എക്സ് ഡി വൈ ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു റോ ഇൻറ്റു ജി. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൈനസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഇത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള വെയിറ്റ് ആണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ ഒമിറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് പൊതുവെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡി എസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡി എസ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഡി എസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അത് ഡി എക്സ് ആണ്. ഇനി നമുക്ക് ഇത് മിനിമൈസ് എല്ലാം ചുരുക്കി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പി വൈ ഡി എക്സ് മൈനസ് പി ഇസഡ് ഡി എക്സ് ഈക്വൽ ടു 0 ഓർ പി വൈ ഈക്വൽ ടു പി ഇസഡ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും പി എക്സ് ഈക്വൽ ടു പി വൈ ഈക്വൽ ടു പി ഇസഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പാസ്കൽസ് ലോ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്, ഒരു മെഷീനാണ്. നമുക്കറിയാം ഹൈഡ്രോളിക് പ്രസ്സൊക്കെ പാസ്കൽസ് ലോയുടെ അനുസരിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു തത്വം ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലമാണിത്. A hydraulic press has a ram of 30 cm diameter and a plunger of 4.5 cm diameter. Find the weight lifted by the hydraulic press when the force applied at the plunger is 500 Newton. ഒരു ഹൈഡ്രോളിക് പ്രസ്, അതിൻ്റെ റാമിൻ്റെ ഡയമീറ്റർ 30 cm, പ്ലഞ്ചർ 4.5 cm. ഇതിൽ നിന്ന് എത്രമാത്രം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഹൈഡ്രോളിക് പ്രസ്, അതിനെയാണ് അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 500 ന്യൂട്ടണമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഏരിയ ഓഫ് റാം കാണണം. ഏരിയ ഓഫ് റാം എന്ന് പറഞ്ഞാൽ π/4d² ആണ്. ഇതാണ് ചിത്രം. ഇവിടെ റാം എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ മെയിനായിട്ടുള്ള വെയിറ്റ് വയ്ക്കുന്നത് അതിനെയാണ് നമ്മൾ റാം, ആ ഭാഗത്താണ് റാം എന്ന് പറയുന്നത്. പ്ലഞ്ചർ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫോഴ്സ് ഇവിടെയുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി, ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഇവിടെയുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി, ഇവിടെ ലഭിക്കുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി എല്ലാം ഈക്വൽ ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ഈ ഒരു തത്വം അനുസരിച്ച് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ പോലും ഇവിടെ ഒരു പ്രഷർ ഇൻറ്റൻസിറ്റി ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷർ ഇൻറ്റൻസിറ്റി, അതേ പ്രഷർ ഇൻറ്റൻസിറ്റി ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഭാഗത്തും ഉണ്ടാവുകയും ഈ വെയിറ്റ് വളരെ ഈസി ആയിട്ട് നിർത്താൻ സാധിക്കും. അതാണ് പാസ്കൽസ് ലോ കൊണ്ടുള്ള അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മെച്ചം എന്ന് പറയുന്നത്, വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ
ഫോഴ്സ് വരുന്നത് നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 500 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് പറഞ്ഞു. ഇവിടെ എത്രത്തോളം വെയിറ്റ് ഉയർത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പ്രഷർ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പ്ലഞ്ചർ ഈക്വൽ ടു ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ. ഇവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി നമ്മൾ കാണുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. 500 ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദിസ് പ്ലഞ്ചർ. ഏരിയ ഓഫ് ദിസ് പ്ലഞ്ചർ നമ്മൾ നേരത്തെ കണ്ടു 5/4 ഇൻറ്റു സ്മോൾ ഡി സ്ക്വയർ ആണ്. 5/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ 4.5 സെൻറ്റിമീറ്റർ ആണ്. അത് മീറ്ററിലേക്ക് മാറ്റിയിട്ട് 0.0545 ആയി. അതിൻ്റെ ഏരിയ 5/4 ഇൻറ്റു 0.045 സ്ക്വയർ ഈക്വൽ ടു 0.00159 മീറ്റർ സ്ക്വയർ. അതുപോലെ ഏരിയ ഓഫ് റാം 5/4 ക്യാപിറ്റൽ ഡി സ്ക്വയർ. 5/4 ഇൻറ്റു 30 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ റാമിൻ്റെ. അപ്പോൾ 5/4 ഇൻറ്റു 0.3 സ്ക്വയർ ഈക്വൽ ടു 0.07068 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി due to Pascal's law, intensity of pressure will be equally transmitted in all directions. Hence the pressure intensity at the ram, ഇവിടുത്തെ pressure intensity 500 by 0.00159 ഈ വാല്യൂ കിട്ടി നമുക്ക്. അതുപോലെ pressure intensity at ram നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ pressure intensity നോക്കാം W by capital area, W by 0.07068 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമ്മൾ പാസ്കൽസ് ലോ പഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ pressure intensity ഇവിടെ ഉണ്ടാകുന്ന pressure intensity സെയിം ആയിരിക്കും. So W by 0.07068 equal to 314465.4. Therefore weight equal to W equal to എത്ര കിട്ടി 22.222 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 500 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 22,222 ന്യൂട്ടണാണ്. അത്രയും വലിയൊരു ഫോഴ്സ് നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉള്ള ഒരു വെയിറ്റ് W ഉയർത്താൻ സാധിക്കുന്നത്. ഹൈഡ്രോളിക് പ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വാഷിങ്ങിനൊക്കെയുള്ള സ്ഥലത്ത് വാട്ടർ വാഷിങ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മുടെ വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യുന്നിടത്തൊക്കെ ഈ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ് വാഹനങ്ങളൊക്കെ ഉയർത്തി നിർത്താറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, താങ്ക്സ്.